ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ വേദനിപ്പിക്കുന്നത് മനഃപൂർവ്വമാണോ എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ വ്യക്തിയുടെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. അതുപോലെ തന്നെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതൊക്കെയാണ്. ഇവിടെ ഫസ്റ്റ് വിസ്ഡം എന്ന കാർഡും ദെൻ അവസാനം ടെംപ്റ്റേഷൻ എന്ന കാർഡുമാണ് ഒറാക്കിൾ കാർഡ്സിൽ വന്നിട്ടുള്ളത്. ഇതിനർത്ഥം നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും സന്തോഷകരമായി പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധം അവസാനം ഒരു ബ്രേക്കപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ അവസാനിച്ചതായിട്ടാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ഒരു പോസിറ്റീവ് കാർഡും പിന്നീട് ഒരു നെഗറ്റീവ് കാർഡും. ഓക്കെ, ഓവറോൾ എനർജി വന്നിട്ടുള്ളത് പേഷ്യൻസ് എന്ന കാർഡാണ്. ഇവിടെ നിങ്ങളുടെ ബന്ധത്തെ ഇങ്ങനെ മാറ്റിമറിച്ചത് അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിൽ എത്തിച്ചത് ഈ ഒരു പേഷ്യൻസ് എന്ന കാര്യമാണ്, ക്ഷമയില്ലായ്മയാണ്. ടാരോട്ട് കാർഡ്സിൽ ഇവിടെ ഫസ്റ്റ് തന്നെ നൈറ്റ് ഓഫ് സോർട്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷനിലാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ലെസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റോ ആണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി നിങ്ങളുടെ പേഴ്സൺ തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റിപ്ലൈ തരുന്നില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല, കുറേ നാളായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ എന്തൊക്കെയോ തീരുമാനങ്ങൾ സ്പീഡായിട്ട് എടുക്കുന്നുണ്ട്. വേഗത്തിൽ തന്നെ നിങ്ങളുടെ എന്തൊക്കെയോ കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ചീറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട്. 2 കാർഡ്സ് വന്നിട്ടുണ്ട്. 7 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, അതുപോലെ 5 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ഒരു ബന്ധമുള്ളപ്പോൾ മറ്റൊരു ബന്ധത്തിലേക്ക് പോയതാണ് ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി ആയിട്ട് കാണിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയെ തന്നെയാണ്. പക്ഷേ എങ്കിലും ചിലരുടെയെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന വ്യക്തികളും ഇതേ ചീറ്റിംഗ് എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണിച്ചിട്ട് ഒരു സെപ്പറേഷൻ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ചിലരെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നിങ്ങളെ ഇട്ടിട്ട് വേറൊരു വ്യക്തിയുടെ കൂടെ പോയിട്ടുണ്ടാവുക. ചിലരുടെയെങ്കിലും സെപ്പറേഷൻ കാണിക്കുന്നത്, ഒരു കുറഞ്ഞ എണ്ണം സെപ്പറേഷൻ കാണിക്കുന്നത് ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികൾ കാരണമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നത് എന്ന് കാണിക്കുന്നുണ്ട്. എല്ലാവരുടെ കാര്യവുമല്ല, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്നത് മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ആക്കാതിരിക്കുക. ഓക്കെ, ഇവിടെ വളരെ വ്യക്തമായിട്ടാണ് നിങ്ങളുടെ സെപ്പറേഷന് കാരണമായിട്ടുള്ളത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് എന്ന് 2 ഓഫ് പെൻഡക്കിൾ എന്ന ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ള കാർഡ് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ അപാകത അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയുടെ കാര്യം കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ ഒന്ന് നേരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം സോൾവ് ആകുന്നതായിരിക്കും. പക്ഷേ നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളോ അതിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നുണ്ടാവില്ല. മേ ബി നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ സംസാരിക്കാതെ, നിങ്ങളുടെ ഒരു കാര്യവും അങ്ങോട്ട് പോവാതെ അവരൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം, നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അവരുടെ ഒരു ന്യൂസും തരാത്ത രീതിയിൽ അവർ നിങ്ങളൊരു ഒരു മതിൽ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ടാകാം. ഓക്കെ, ചിലരെങ്കിലും നിങ്ങളായിരിക്കാം അങ്ങനെ ചെയ്യുന്നുണ്ടാകുക. ആ പേഴ്സണോട് സംസാരിക്കാനൊന്നും താല്പര്യമില്ലാതെ ഒഴിഞ്ഞു പോകുന്നത് നിങ്ങളായിരിക്കാം. അത് ആ വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കാം. ഒരു വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ പേരിലായിരിക്കാം നിങ്ങളൊന്ന് സംസാരിക്കാനൊന്നും നിന്നു കൊടുക്കാത്തത്. നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി അബ്രോഡ് ആയിരിക്കാം. കാരണം ഇവിടെ ഒരു ലോങ് ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കുറേ നാളായിട്ടുണ്ടാകാം കണ്ടിട്ടുണ്ടാവുക, സെപ്പറേഷനിലേക്ക് വന്നിട്ടുണ്ടാവുക, കുറേ നാളായിട്ടുണ്ടാകും. ഓക്കെ, ഇവിടെ ജസ്റ്റിസ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 5 ഓഫ് കപ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ ഇവിടെ കാണിച്ചു തരുന്നത് ഒരു ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥയാണ്. അതായത് ഇപ്പോൾ അവരുടെ ചുറ്റിനും ഒരു സ്നേഹബന്ധവുമില്ല. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത്. അതായത് നിങ്ങളുടെ ബന്ധമുള്ളപ്പോൾ തന്നെ വേറൊരു ബന്ധത്തിലേക്ക് പോവുക, വേറൊരു ബന്ധം
സൃഷ്ടിക്കുക, അതിലേക്ക് അവർ പോവുക എന്നുള്ളതാണ് ഇവിടെ അവർ ചെയ്തിട്ടുള്ള ഒരു തെറ്റ്, ഒരു ചീറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുമായിരിക്കാം ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. പക്ഷേ ഇപ്പോൾ ഈ ഒരു കറൻറ്റ് എനർജിയിൽ, ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ, ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ അവർക്ക് അങ്ങനെയുള്ള സ്നേഹബന്ധങ്ങളൊന്നുമില്ല. അതൊക്കെ നഷ്ടമായിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു എലോൺ ആയിരിക്കുന്ന ഈ ഒരു അവസ്ഥ കാരണമായിരിക്കാം ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ എന്തൊക്കെയോ തീരുമാനങ്ങൾ ഫാസ്റ്റായിട്ട് എടുക്കുന്നതായിട്ട് ഇവിടെ ഫസ്റ്റത്തെ നൈറ്റ് ഓഫ് സോർട്സ് എന്ന കാർഡ് കാണിച്ചു തരുന്നത്. സ്പീഡായിട്ട് അവർ നിങ്ങളുടെ കാര്യത്തിൽ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അത് നിങ്ങളിലേക്ക് എത്തുന്നുമുണ്ട്. ഓക്കെ, ഇപ്പോൾ അവരുടെ ലൈഫിൽ ഒരു ജസ്റ്റിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഇതൊരു കർമ്മയായിരിക്കാം, അവർ ചെയ്തിട്ടുള്ള തെറ്റുകൾക്കുള്ള ഒരു ഫലമായിരിക്കാം അവർക്കിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എലോൺ എന്ന് പറയുമ്പോൾ ആരും കൂടെ ഇല്ലാത്തൊരവസ്ഥയാണ്. ഈ ഒരു സമയത്ത് അവർ റിയലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ക്യൂൺ ഓഫ് കപ്സ് എന്ന കാർഡും അതുപോലെ തന്നെ മജീഷ്യൻ എന്ന കാർഡും കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത പോലെ, അല്ലെങ്കിൽ കെയർ ചെയ്ത പോലെ, അവരുടെ ഏതൊരു കാര്യത്തിലും ഒരു അഭിപ്രായം പറയുക, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് അഡ്വൈസ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നും ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം. അല്ലെങ്കിൽ അവർക്കത് ആ ഒരു വ്യക്തിയിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള അത്രയും കാര്യങ്ങൾ, അത്രയും സ്നേഹത്തോടെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഇപ്പോഴാണ് നിങ്ങളുടെ വ്യക്തി റിയലൈസ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായത് ഈ ഒരു ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ അവരുടെ ചുറ്റിനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് തുറന്നു പറയാനോ ഒന്നും തന്നെ ആരുമില്ലാത്തൊരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. പറയുകയാണെങ്കിൽ ഒരു എലോൺ ആയിട്ടുള്ള ഒരവസ്ഥയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളടുത്ത് കൂടുതൽ അട്രാക്ഷൻ അവർക്ക് തോന്നുകയാണ്. മജീഷ്യൻ കാർഡ് പറഞ്ഞു, കൂടുതൽ അട്രാക്ഷൻ തോന്നുകയാണ്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നവർ തിങ്ക് ചെയ്യുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടാണോ അവർ നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുള്ളത്, അതിനേത് തരത്തിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള ഒരു തോട്ട്സ് അവരുടെ ഉള്ളിലുണ്ട്. ടെംപ്റ്റേഷൻ എന്ന കാർഡ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ അവർ ചെയ്തിട്ടുള്ള, വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഷാഡോ ആയിട്ട് കിടക്കുന്നുണ്ടാകാം. അതായത് നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകാം. അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ചെറിയൊരു പോയിന്റ് പോലും നിങ്ങൾക്ക് മറക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ അവരുടെ പുറകാലെ പോയിട്ടുണ്ടാകാം, ചേസ് ചെയ്ത് പോയിട്ടുണ്ടാകാം, നിങ്ങൾ കരഞ്ഞിരുന്നിട്ടുണ്ടാകാം, നിങ്ങളൊരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം, മെൻ്റലി ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഇതൊന്നും ആ പേഴ്സൺ അപ്പോൾ മനസ്സിലാക്കിയില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളടുത്ത് അത് പറഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വിശ്വസിക്കാനോ അല്ലെങ്കിൽ അവരോടുള്ള ഒരു പഴയ സ്നേഹമോ ഒന്നും തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലായിരിക്കാം. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടാകാം. ഓക്കെ, ഇത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഷാഡോ ആയിട്ട്, ഒരു നിഴല് പോലെ കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളിത് എപ്പോഴാണോ ഹീൽ ചെയ്ത് കളയുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ ഇവിടെ നടക്കുന്നതാണ്. പക്ഷെ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിൽ ഒരു ദേഷ്യമോ വൈരാഗ്യമോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകൊണ്ട് അവരുടെ ഉള്ളിൽ നിങ്ങൾക്കറിയാം ആരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന്. ഓക്കെ, അതുകൊണ്ടാണ് തുടക്കം ഞാൻ 2 സിറ്റുവേഷനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ആരാണോ തെറ്റ് ചെയ്തിട്ടുള്ളത് അവർക്ക് ഇതൊരു ഹീല് വരാതെ നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ ഇവിടെ നടക്കില്ല. നിങ്ങൾ തമ്മിലുള്ള റീയൂണിയൻ നടക്കുന്നത് ഈ ഷാഡോസ് എല്ലാം ഉള്ളിൽ കിടക്കുന്ന ആൾ ഇതൊന്ന് ഹീല് ചെയ്തെടുക്കുമ്പോഴാണ്. അതായത് തെറ്റ് ചെയ്തത് അവർക്ക് വേദനിച്ചിട്ടുണ്ട്, ആ വേദനകളെല്ലാം അവർ മറന്നു പോകുമ്പോഴാണ്. ഇപ്പോൾ അവരെന്തായാലും നിങ്ങളെ വേണമെന്ന് അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവർ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ കാരണമായിരിക്കാം അവരെല്ലാം തന്നെ ആലോചിക്കാനും ആ ഒരു തിങ്ക് ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും നിങ്ങൾ ഈ ചേസിങ് എനർജി നിർത്തിയിട്ട് നിങ്ങളുടെ സ്വയം കാര്യത്തിലേക്ക് ഫോക്കസ്ഡ് ആയപ്പോഴും ആയിരിക്കാം ഇങ്ങനൊരു എനർജി അവർക്ക് കിട്ടിയിട്ടുണ്ടാകുക. ഇനി നമ്മുടെ ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനഃപൂർവ്വമാണോ വേദനിച്ചത് അല്ലെങ്കിൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ, ഡെഫിനറ്റ്ലി ഇവിടെ തുടക്ക സമയത്ത്, അതായത് കഴിഞ്ഞു പോയിട്ടുള്ള പാസ്റ്റിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വേദനിച്ചിട്ടുള്ളത് അവരുടെ മനഃപൂർവ്വമായിട്ടുള്ള ആ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെയാണ്. അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു സമയത്ത് വേറൊരു വ്യക്തിയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷനിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിങ്ങളുടെ വേദനയൊന്നും അവർക്ക് ഒന്നുമല്ലായിരുന്നു.
എന്നാൽ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ നോക്കുമ്പം ആ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലേക്കുള്ളൊരു അട്രാക്ഷൻ, അവർ ചെയ്തതിനെല്ലാം ഒരു പ്രായശ്ചിത്തം അല്ലെങ്കിൽ ഒരു കുറ്റബോധമാണ് ഇപ്പോൾ അവർക്കുള്ളത്. അപ്പം തുടക്ക സമയത്ത് അവർ ചെയ്തിട്ടുള്ളത് ഉറപ്പായിട്ടും അവരറിഞ്ഞുകൊണ്ട് തന്നെ, അവർക്കറിയാം ഇതൊരു തെറ്റാണെന്ന്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇപ്പം അവരതിന് വളരെയധികം കുറ്റബോധം അല്ലെങ്കിൽ അവർക്കുള്ളിലൊരു ഗിൽട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫീൽ ഉള്ളതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് വന്നു ചേരണം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അവർ പെട്ടെന്ന് തന്നെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളതായിട്ടും ഇവിടെ കാണിക്കുന്നത്. മേ ബി നിങ്ങൾക്ക് അവരുടെ ഒരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ പ്രതീക്ഷിക്കാവുന്നതാണ്, ഒരു മെസ്സേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ കേട്ടോ, സ്വീകരിക്കുന്നതും സ്വീകരിക്കാതിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയി തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.